ഏത് ടൈപ്പ് ഓഫ് ജോണേഴ്സ് ആണ് ആൻസിക്കയ്ക്ക് ഇഷ്ടം? എനിക്ക് അങ്ങനെ ഡയറക്ഷൻ ഞാനിപ്പോ ത്രില്ലറാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ത്രില്ലർ ഇഷ്ടമാണ്. റൊമാൻറ്റിക് മൂവി ഇഷ്ടമാണ്. മണിരത്നം സാർ എടുത്ത കുറേ മൂവീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അല്ലെങ്കിൽ ഭാരതി രാജ സാറിന്റെ കുറേ മൂവീസ്, പത്മരാജൻ സാറിന്റെ മൂവീസ്, തൂവാനത്തുമ്പികളൊക്കെ ഇപ്പോഴും ഇരുന്ന് കാണുമ്പോൾ അതിപ്പോഴും ഫ്രഷാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, മണ്ണാർത്തോട് ജയകൃഷ്ണനെ കാണാനും ആളുകൾക്ക് ഇഷ്ടമാണ്. ആ പേരാളുകൾക്ക് അറിയാം, രാധയെ അറിയാം, ക്ലാരയെ അറിയാം, ഫെമിലിയർ ആണ്. അപ്പൊ മണ്ണാർത്തോടി എന്ന് പറഞ്ഞ് ഒരു ആദ്യത്തുള്ള തറവാട് വരെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള മൂവീസ് ഭയങ്കര രസമാണ് കാണാൻ. ഇനി ചുമ്മാ വെറുതെ പ്രണയിച്ച് നടക്കുന്ന പടങ്ങളോട് വലിയ താല്പര്യം. അപ്പൊ പൊതുവെ ഇപ്പൊ ഇറങ്ങുന്ന മൂവീസിന്റെ ഒക്കെ റിവ്യൂസിനെ എങ്ങനെ വിലയിരുത്തുന്നത്? റിവ്യൂസ് അത് പേഴ്സണലൈസ്ഡ് ആണ് ശരിക്കും. ഇപ്പം എൻ്റെ പേഴ്സ്പെക്റ്റീവിലല്ല ചേച്ചി സിനിമ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സ്വന്തം അഭിപ്രായമാണ്. ആ അഭിപ്രായം കേട്ടിട്ട് മറ്റുള്ളവർ സിനിമ കാണാതിരിക്കരുത് എന്നേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൂ. കാരണം എനിക്ക് പൊട്ട പടം എന്ന് തോന്നിയിട്ടുള്ള ചില പടം ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ. അതെ, അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ സൂപ്പർ പടം. അപ്പം ഞാൻ ആണല്ലേ, ഓക്കെ. ഞാനും ചില സമയം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതെന്താ എനിക്ക് മനസ്സിലാവാത്തായിരിക്കും അല്ലേ, ചിലപ്പോൾ എന്റെ ബുദ്ധി എത്ര ഉണ്ടാവുള്ളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അത്രയും മുന്നോട്ട് എത്തിയിട്ടുണ്ടാവില്ല. ഞാനും അങ്ങനെ കരുതാം. അല്ലാതെ അവരെ കുറ്റം പറയരുത്. ഇല്ല, അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ മിസ്റ്റേക്ക് ആണത്. അപ്പൊ ഞാൻ പക്ഷെ ഞാൻ ഒരിക്കലും ആ പടം കാണരുതെന്ന് പറയാറില്ല. ഇല്ല, ഒരിക്കലും പറയരുത്. കാര്യം നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടേസ്റ്റ് അല്ലല്ലോ. അത് എന്റെ പെർസ്പെക്റ്റീവ് ആണ്. മറ്റേ ആളുകൾക്ക് മെജോറിറ്റിക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവിൽ ഉള്ള ഒരു പടമാണത്. പിന്നെ ഞാൻ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ റിവ്യൂ എപ്പോഴും പേഴ്സണലൈസ്ഡാ. ഒരിക്കലും ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണണമെന്നോ കാണരുതെന്നോ തീരുമാനിക്കരുത്. നമ്മൾ പണ്ട് എങ്ങനെയാ സിനിമ കണ്ടത്, സിനിമ പോയി കാണണം. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചോദിച്ചേ, ഒരു വെൽ സ്റ്റഡീഡ് പേഴ്സൺ ആയിട്ടുള്ള ഹൻസിബ, ഞാനിപ്പോ ചിന്തിക്കുന്നത് ആഫ്റ്റർ 5 years ഹൻസിബ എന്നൊരു വ്യക്തി ആരാവാനാണ് ഹൻസിബയ്ക്ക് ഇഷ്ടം? എനിക്ക് എൻ്റെ മമ്മി ആഗ്രഹിച്ച പോലെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആവണം. എൻ്റെ ആഗ്രഹം പോലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആവണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ജേർണി യു സ്റ്റാർട്ടഡ്, ദാറ്റ് സ്ട്രഗിൾ യു സ്റ്റാർട്ടഡ്, യെസ് അല്ലേ? അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പിന്നിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും യു ആർ വെൽ സ്റ്റഡീഡ്, യെസ്, അല്ലേ? അപ്പൊ ഇനി ആദ്യം നടന്ന സാധനങ്ങൾ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ ജോണറിലേക്കോ അല്ലെങ്കിൽ പുതിയ സ്ക്രിപ്റ്റോ അങ്ങനെ തുടങ്ങുവാണോ, അതോ ആക്ട് ചെയ്യാനാണോ അതിനുള്ള പരിപാടി? ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ വിളിച്ചാലേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അഭിനയിക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണെന്ന് പറയാം. ഇപ്പം ഇതുപോലെയുള്ള പ്രോഗ്രാംസിൽ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചേക്കാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വല്ല കാസ്റ്റിംഗ് കോളും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോസ് അയച്ചിട്ട് അങ്ങനെ എടുത്താലായി. അല്ലാതെ എനിക്ക് സിനിമയിൽ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം, സിനിമ ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളത് അതെൻ്റെ കോൺഫിഡൻസ് ആണ്. കാരണം ഞാൻ കഥ എഴുതും, ഞാൻ സ്ക്രിപ്റ്റ് എഴുതും, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയാം, എനിക്ക് ഡയറക്റ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്, അവരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് ചെയ്യാൻ എനിക്കൊരു പ്രൊഡക്ഷനെയാണ് ആവശ്യം. പ്രൊഡക്ഷൻ ഞാൻ നോക്കുന്നുണ്ട്, ആർട്ടിസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുമ്പോഴാണ് സ്റ്റക്കായി പോണത്. അല്ല, എല്ലാം കൂടെ ഒരെണ്ണത്ത് വന്നാലല്ലേ നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അത് ദൈവം അനുഗ്രഹിച്ച് വരട്ടെ. ഈ എത്തിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ശരിയാണ്. ഒരു ബിസിനസ്സിലാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും നമുക്ക് ബേസ് എത്തിക്സ് ഉണ്ട്. അതിന് മറികടന്ന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് സൈബർ ബുള്ളിങ് വരുന്നില്ലേ? ഉറപ്പായിട്ടുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും? അതിപ്പോൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു സോഷ്യലി ഒരു ഇഷ്യൂ വന്നപ്പോൾ അതിനെ ഒരാൾ സപ്പോർട്ട് ചെയ്ത് അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു പ്രശ്നം സൊസൈറ്റിയിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നതാണെങ്കിലും പോസിറ്റീവ് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും ആർട്ടിസ്റ്റുകൾ ഇതിനെപ്പറ്റി ഒരാൾ പോസിറ്റീവ് പറഞ്ഞാലും നിങ്ങൾ ആരാണ് ഇതിനെപ്പറ്റി പോസിറ്റീവ് പറയാൻ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇതേ സംഭവത്തിനെ പറ്റി ഇതിന് നെഗറ്റീവായിട്ട് വേറൊരു ആർട്ടിസ്റ്റ് പറഞ്ഞു വയ്ക്കും, അപ്പോഴും വന്നു വയ്ക്കും, നീ ആരാ ഇത് നെഗറ്റീവ് എന്ന് പറയാൻ, ആദ്യം നീ പോയി നന്നാവ് എന്നും പറഞ്ഞിട്ട് അവിടെയും ഈ ആളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക്കലി റൈറ്റ് ഓർ റോങ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും റോങ് ആണ് കുറെ പേർക്ക്. അത് നമുക്ക് മാറ്റാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലത് പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും തെറ്റാണെന്ന് പറയാൻ കുറേ പേരുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിക്സ് ഇല്ലാതെ ജീവിക്കേണ്ടി വരും. അപ്പോൾ എന്ത് കേട്ടാലും കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത് സത്യമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ റൈറ്റ് എന്ന് തോന്നുന്ന സാധനം പറയാൻ കറേജസ് ആയിട്ട് നിന്നാൽ മതി. നമുക്ക് റൈറ്റ് എന്ന് തോന്നുന്നു നമ്മൾ പറയും, അതെ അല്ലേ? എന്നാലല്ലേ ജസ്റ്റിസ് ഉള്ളൂ. അതെ, അല്ലാതെ അതിന് നമുക്ക് സൈബർ അറ്റാക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞ് പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. So confident. Ali's Kitchen. Let's cook with love.